ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ വരാറുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതും അതാണ്. അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് നമ്മൾ മറന്നുപോയാൽ അത് എങ്ങനെ റീസെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുമെന്ന്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫേസ്ബുക്ക് പാസ്വേഡ് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. പക്ഷേ നാളെ നിങ്ങൾക്കും ചിലപ്പോൾ ഇത്തരത്തിലൊരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൻ്റേതെന്നല്ല, എന്ത് പാസ്വേഡ് ആയാലും ശരി, നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ട് പാഡ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ സേവ് ചെയ്ത് സൂക്ഷിക്കണം ഇത്തരം പാസ്വേഡുകളെല്ലാം. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യുന്ന നോട്ട് പാഡ് ഫയൽ ഒരിക്കലും ഓഫ്ലൈനിൽ മാത്രമായി സേവ് ചെയ്യരുത്. നിങ്ങൾ ആ ഫയൽ ഓൺലൈനിൽ തന്നെ സേവ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയോ ചെയ്താൽ ആ മൊബൈലിനോടൊപ്പം ഈ നമ്മൾ പാസ്വേഡ് എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലും നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പാസ്വേഡുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ പിന്നീട് നമ്മുടെ മറ്റ് ഒരു ആപ്ലിക്കേഷനുകളും ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ പാസ്വേഡുകൾ സേവ് ചെയ്ത് വെക്കുന്ന ഫയലുകൾ ഓൺലൈനിൽ തന്നെ സേവ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊരു റിവ്യൂ നേരത്തെ തന്നെ ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതല്ല, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് നമ്മൾ അഥവാ മറന്നു പോയാൽ അതിനെ എങ്ങനെ റീസെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യാമെന്നാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങൾ പാസ്വേഡാണ് മറന്നിരിക്കുന്നത് അല്ലേ, നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് മറന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണാണ്. അതിൻ്റെ താഴെ ക്രിയേറ്റ് ന്യൂ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെയും താഴെയായിട്ട്, അതായത് ഇപ്പോൾ ഈ കീബോർഡ് വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ കീബോർഡ് ഒഴിവാക്കി കഴിയുമ്പോൾ ഫൊർഗോട്ടൺ പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ആ ഫൊർഗോട്ടൺ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം അനുസരിച്ച് കൊണ്ടുള്ള നമ്മുടെ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് കണ്ടെത്തുന്നതിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വി വിൽ സെൻഡ് യു എ കോഡ് ടു കൺഫേം ദാറ്റ് ദിസ് അക്കൗണ്ട് ഈസ് യുവേഴ്സ്. ഈ അക്കൗണ്ട് നിങ്ങളുടേത് തന്നെ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൻ്റെ ടീം ഒരു കോഡ് അയക്കും. ഈ കോഡ് ഏതിലേക്ക് ആണ് വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടാകും, നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണോ അവരുടെ പാസ്കോഡ് അയച്ചു തരേണ്ടത്, അതോ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണോ നമ്മുടെ പാസ്കോഡ് അയച്ചു തരേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് SMS വഴി ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്കായിരിക്കും SMS വഴിയായിരിക്കും ഇപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കോഡ് വരുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ആ നമ്പർ ഇപ്പോൾ നിലവിലില്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ സെലക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ കോഡ് കളക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം എൻ്റെ മൊബൈലിലേക്ക് കോഡ് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന SMS-ൽ ഒരു 6 ഡിജിറ്റ് പാസ്കോഡ് ലഭിക്കും. ആ കോഡ് ഇതുപോലെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കുന്നു, യു ക്യാൻ ലോഗ് ഔട്ട് ഓഫ് യുവർ അക്കൗണ്ട് ഫ്രം വെയർ എവർ ഇറ്റ് മൈറ്റ് ബി ഓപ്പൺ. അതായത് ഇപ്പോൾ ഈ നിങ്ങളുടെ പ്രൊഫൈൽ വേറെ എവിടെയൊക്കെ ഓപ്പണായി നിൽക്കുന്നുവോ, ഏതൊക്കെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈലിലോ ഒക്കെ ഇത് ഓപ്പണായി നിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ലോഗ് ഔട്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് കീപ് മീ ലോഗ്ഡ് ഇൻ. ഇപ്പോൾ അത് അങ്ങനെ വേറെ ഏതെങ്കിലും ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്താം. അതല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തത്. തൽക്കാലം ഞാൻ കീപ് മീ ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ പാസ്വേഡ് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് പുതിയ പാസ്വേഡ് നമുക്ക് കൊടുക്കാനുള്ളത്, നമ്മൾ മറന്നുപോയ പാസ്വേഡ് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. പുതിയ ഒരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇനി കയറാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു പുതിയ പാസ്വേഡ് കൊടുക്കാനായിട്ട് ചോദിക്കുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മറന്നുപോയ പാസ്വേഡ് നമുക്കിതുപോലെ റീസെറ്റ് ചെയ്ത് പുതിയ പാസ്വേഡ് നൽകി നമ്മുടെ
പഴയ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി.